തന്നീടും പ്രതിഫലം തന്നോടെ മക്കൾക്കേവർക്കും. കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല, നാളുകൾ നീളുകില്ല. വന്നീടും യേശുരാജൻ തന്നീടും പ്രതിഫലം തന്നോടെ മക്കൾക്കേവർക്കും. ശരീരം വിട്ടു ക്രിസ്തൻ സന്നിധി തന്നെ എത്തിയിടും ഞാനും വേഗത്തിൽ. കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല, നാളുകൾ നീളുകില്ല. മധ്യശരീരം വിട്ടു ക്രിസ്തൻ സന്നിധി തന്നെ എത്തിയിടും ഞാനും വേഗത്തിൽ. കുഞ്ഞുങ്ങൾ മധ്യേ കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല, നാളുകൾ നീളുകില്ല. വാണിയിടും ഞാനെന്നായി പ്രാണപ്രിയനോടൊത്ത് കർത്താവിൻ കുഞ്ഞുങ്ങൾ മധ്യേ. കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല, നാളുകൾ നീളുകില്ല. ഹല്ലേലൂയ. കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല, നാളുകൾ നീളുകില്ല. ഹല്ലേലൂയ. കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല, നാളുകൾ നീളുകില്ല. ഹല്ലേലൂയ. കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല, നാളുകൾ നീളുകില്ല. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വായിക്കാം. യാക്കോബിന്റെ പുസ്തകം 5-ാം അധ്യായം 11-ാം വാക്യം വായിക്കാം. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുപിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലുമുള്ളവനല്ലോ. ദൈവത്തിന് സ്തോത്രം. ഈ വേദപുസ്തകത്തിൽ ഇയ്യോബിൻ്റെ പേര് എടുത്തു പറഞ്ഞിരിക്കുന്നത് പുതിയ നിയമത്തിൽ യാക്കോബിൻ്റെ ലേഖനത്തിൽ മാത്രമാണ്. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ഇയ്യോബ് പറഞ്ഞ ഒരു വാക്യം നാം കാണുന്നുണ്ട്, പക്ഷേ ഇയ്യോബിൻ്റെ പേര് അവിടെ പറഞ്ഞിട്ടില്ല. വാക്യം ഉദ്ധരിച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യർ ലേഖനത്തിൽ ഇയ്യോബ് പറഞ്ഞ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പേര് അവിടെ പറഞ്ഞിട്ടില്ല. ഇയ്യോബ് എന്നുള്ള പേര്, ജോബ്, ആ പേര് ഈ യാക്കോബിൻ്റെ ലേഖനത്തിൽ മാത്രമേ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിലും ഈ ഒരിടത്ത് മാത്രമേ ഇയ്യോബ് എന്നുള്ള പേര് കാണുന്നുള്ളൂ. പഴയ നിയമത്തിൽ പല ഭാഗങ്ങളിൽ കാണാം. ഇയ്യോബിൻ്റെ സഹിഷ്ണുത, ഉദാഹരണമായി യാക്കോബ് പറയുകയാണ് ഇയ്യോബിൻ്റെ സഹിഷ്ണുത. ഇയ്യോബിൻ്റെ പുസ്തകത്തെ നമുക്ക് 3 വേണമെങ്കിൽ തരംതിരിക്കാം. ആദ്യത്തെ 1 മുതൽ 3 വരെ അധ്യായങ്ങൾ ഇയ്യോബിൻ്റെ ഡിസ്ട്രസ്, യാതനയും ദുരിതവും, ഡിസ്ട്രസ്. 4 മുതൽ 31 വരെ അധ്യായങ്ങൾ ഇയ്യോബിൻ്റെ ഡിഫൻസ്, പ്രതിരോധം. എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. 38 മുതൽ 42 വരെയുള്ള അധ്യായങ്ങൾ ഇയ്യോബിൻ്റെ ഡെലിവറൻസ്, ഡിസ്ട്രസ്, ഡിഫൻസ് ആൻഡ് ഡെലിവറൻസ്.
3 വാക്ക് പഠിച്ചിരുന്നാൽ നിങ്ങൾക്കതിൻ്റെ അർത്ഥം മനസ്സിലായാൽ പിന്നെ ഈ യോബിൻ്റെ പുസ്തകം പഠിക്കാൻ എളുപ്പമുണ്ട്. ഒന്ന്, യോബിൻ്റെ ഡിസ്ട്രസ്. എന്ത് ഭയാനകമായ ആപത്താണ് യോബിന് വന്നത്. 10 മക്കൾ, എല്ലാവരും നല്ല അനുസരണമുള്ള മക്കൾ. ദൈവത്തിന് സ്തോത്രം. മക്കൾ നന്നായി വരുന്നത് ഭാഗ്യമാണെന്ന് ഞാൻ പറയട്ടെ. മക്കൾ നല്ല നിലയിൽ വരുന്നത്, നല്ല സ്വഭാവമുള്ളവരായി തീരുന്നത്, അവർ ദൈവഭക്തന്മാരായി തീരുന്നത് ഭാഗ്യമാണ്. യോബിന് 10 മക്കൾ ദൈവഭക്തരായിരുന്നു. അവർ ഒരുമിച്ച് കൂടും, ഒരുമിച്ച് പ്രാർത്ഥിക്കും, ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. ഒരാളുടെ വീട്ടിൽ എല്ലാവരും കൂടും. അതൊരു ചടങ്ങാണ് അവർക്ക്, ഒരൈക്യം. നമ്മുടെയൊക്കെ വീടുകളിൽ അങ്ങനെ ഒരു ഐക്യം വരുന്നത് നല്ലതാണ്. ബന്ധത്തിൽപ്പെട്ടവർ, ചാർച്ചക്കാർ ഒരുമിച്ച് കൂടുക, ഇടയ്ക്ക് ഒരുമിച്ച് സംസാരിക്കുക, ഒരുമിച്ച് കൂടി ആശയവിനിമയം നടത്തുക, നല്ലതാണ്. ഒരേ ലക്ഷ്യത്തോടെ ഒരേ ചിന്താഗതിയോടെയുള്ള ദൈവമക്കൾ ഒരുമിച്ച് കൂടുന്നത് എന്തൊരു സുഖകരമായ അനുഭവമാണ്. 10 മക്കൾ ഒരുമിച്ച് കൂടും. അവർ ഒരുമിച്ച് കൂടുന്നതിന് യോബ് അവരെ പ്രേരിപ്പിക്കുകയും അവർക്ക് ആവശ്യമുള്ള അറിവുകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാറുണ്ട്. യോബ് ദൈവഭക്തനായിരുന്നു, യോബ് നിഷ്കളങ്കനായിരുന്നു, യോബ് നേരുള്ളവനായിരുന്നു, യോബ് ദോഷം വിട്ട് അകലുന്നവനായിരുന്നു. യോബ് ദൈവഭക്തനും നേരുള്ളവനും ദോഷം വിട്ട് അകലുന്നവനും യോബ് നീതിമാനുമായിരുന്നു. വായിച്ചേ. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഊസ് ദേശത്ത് എന്തുമാത്രം ആളുകളുണ്ട്. വേദപുസ്തകത്തിൽ കർത്താവ് എടുത്തു പറയുന്നത് ഇയ്യോബിൻ്റെ കാര്യമാണ്. നാം പ്രത്യേകം ഓർക്കണം. വേദപുസ്തകത്തിൽ നാം കാണുന്നു അനേകം ആളുകളുള്ള ദേശത്ത് ഒരാളുടെ പേരെടുത്തു പറയുന്നു. നിത്യനായ ദൈവം ഒരു കാലത്ത് കർത്താവ് തൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ദേശത്തെക്കുറിച്ച് നിങ്ങൾ പറയുകയാണെങ്കിൽ അവിടെ ഇന്ന ദേശത്ത് ഇന്ന ആളുണ്ടായിരുന്നു, അവൻ നിഷ്കളങ്കനായിരുന്നു, അവൻ നീതിമാനായിരുന്നു, അവൻ നേരുള്ളവനായിരുന്നു, അവൻ ദോഷമിട്ട് അകലുന്നവനായിരുന്നു പറയുമോ? ഇന്ന് നാം ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു. ഏതാനും നാളുകൾ കഴിഞ്ഞ്, അല്ല ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ്, അല്ല നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് നിത്യനായ ദൈവം തൻ്റെ പ്രിയമക്കൾക്ക് നമ്മെ പരിചയപ്പെടുത്തി കൊടുക്കുമോ? ആണോ? ആ ദേശത്ത് ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു, നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു, ദോഷം വിട്ട് അകലുന്നവനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ളൊരു പുരുഷനുണ്ടായിരുന്നു. അടുത്ത വാക്യം. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. 10 മക്കൾ, 7 ആൺമക്കളും 3 പെൺമക്കളും ഉണ്ടായി. അവന് 7000 ആടും 3000 ഒട്ടകവും 500 ഏർ കാളയും 500 പെൺകഴുതയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവുമുണ്ടായിരുന്നു. വലിയൊരു സമ്പത്തുള്ള മഹാധനികനായൊരു മനുഷ്യൻ. വേദപുസ്തകത്തിലെ ഈ 66 പുസ്തകങ്ങളിലും ആദ്യം എഴുതിയ പുസ്തകം ഇയ്യോബിൻ്റെ പുസ്തകമാണെന്നാണ് ചില വേദപണ്ഡിതന്മാർ പറയുന്നത്. പഴയ നിയമത്തിലുള്ള 39 പുസ്തകങ്ങളിലും ആദ്യം എഴുതിയത് ഇയ്യോബിൻ്റെ പുസ്തകമാണെന്ന്. അപ്പോൾ പഴയ കാലത്തെ കാര്യമാണ് ഈ പറയുന്നത്, അത്രയും പഴയ കാലത്ത്. ഇയ്യോബിൻ്റെ കാലം വളരെ പുരാതന കാലമാണ്. ആ കാലത്ത് മഹാസമ്പന്നനായിരുന്നു, വലിയൊരു സമ്പന്നനായ മനുഷ്യൻ. ധാരാളം മൃഗസമ്പത്ത്, ധാരാളം വേലക്കാർ, എല്ലാം നിലംപര്യടങ്ങളെല്ലാം ഉള്ള ധനികനായൊരു മനുഷ്യൻ. എന്നാൽ ഇയ്യോബിൻ്റെ ഈ സമൃദ്ധിയിൽ ഒരുത്തിന് അസൂയ തോന്നി. ഇയ്യോബിൻ്റെ വളർച്ചയിൽ ഒരുത്തിന് അസൂയ തോന്നി. എന്നും അങ്ങനെയാണ്. ഒരാൾ തളർന്നു കിടന്നാൽ ശല്യമില്ല, ഒരാൾ കഴിവില്ല, കഞ്ഞി കുടിക്കാൻ മാർഗമില്ല, ജീവിക്കാൻ പൈസയില്ല. അങ്ങനെയാണെങ്കിൽ ആർക്കും ആളെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ആൾ പയ്യെ ഒത്തിരി കഞ്ഞി കുടിക്കാൻ മാർഗമൊക്കെ ഉണ്ടായി, എന്തെങ്കിലുമൊക്കെ ഒരു ജീവിക്കാൻ മാർഗമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അസൂയാലുക്കളുടെ എണ്ണം പെരുകും. നോക്കിയോളൂ, ലോകത്തിൽ അങ്ങനെയാണ്, അസൂയ പെരുകും. നോക്കൂ, മനുഷ്യൻ്റെ സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു ദുഷ്പ്രവണതയാണ് ഈ അസൂയ. ഒരുത്തന് അസൂയ തോന്നി. ആർക്കാണത്? സാത്താൻ അസൂയ തോന്നി. ഭൂമിയിലെ മനുഷ്യർക്കല്ല, സാത്താൻ അസൂയ തോന്നി. പ്രിയപ്പെട്ടവരെ, നാം ഓർക്കണം, അസൂയ ഒരാൾക്ക് ഉണ്ടാകുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ പൈശാചികനുണ്ട്. അത്യാഗ്രഹം ഒരാൾക്കുണ്ടാകുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ പൈശാചികനുണ്ട്. അശുദ്ധി ഒരാളിലുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പൈശാചികനുണ്ട്.
ഈ ജീവിതത്തിൽ അലസതയോ അവിവേകമോ ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പൈശാചികനുണ്ട്. ജീവിതത്തിൽ അഹന്തയുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പൈശാചികനുണ്ട്. ജീവിതത്തിൽ അനുസരണക്കേടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പൈശാചികനുണ്ട്. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ജീവിതത്തിൽ പാവമുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പിശാചുണ്ട്, സാത്താൻ. അവൻ അസൂയാലുവാണ്. ഇയ്യോബിന് നല്ല മൃഗസമ്പത്ത്, നല്ല സൗകര്യങ്ങൾ, സാമ്പത്തികമായ സൗകര്യങ്ങൾ എല്ലാം ഉണ്ടായപ്പോൾ പിശാചിന് സാത്താൻ അസൂയ തോന്നി. സാത്താന് അസൂയ തോന്നിയപ്പോൾ അവൻ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നു. അവൻ ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിക്കുന്നവനാണ് സാത്താൻ. നെക്സ്റ്റ് പാരഗ്രാഫ് വായിക്കുമ്പോൾ കാണാം. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു. സ്നേഹിതരെ, ഈ ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിച്ച് വരുന്ന പിശാച് നമ്മുടെ അടുക്കലും വരുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാമോ? ചില പരീക്ഷണങ്ങൾ വരുന്നത്, ചില മനസ്സിൽ വരുന്ന ചില ആദികൾ വിട്ടുമാറാതെ ഇങ്ങനെ ഇരിക്കുന്നത്, ചില ഭയങ്ങൾ വിട്ടുമാറാതിരിക്കുന്നത്, ചില ഇഷ്ടക്കേട് മുഷിച്ചിൽ വേണ്ടെന്ന് വിചാരിച്ചാലും പിന്നെയും പൊന്തി വരുന്നത്. വേണ്ട എന്ന് വിചാരിച്ചു, പക്ഷേ വേണ്ടാത്തതായ ചില ചിന്തകൾ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ തിക്കി കടന്നു വരുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ പിശാചാണ്. ഊടാടി സഞ്ചരിച്ച് നടക്കുമ്പോൾ അവൻ ഓരോരുത്തരെ അവൻ ദൃഷ്ടി വയ്ക്കുകയാണ്. എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? ദൈവം വളരെ വളരെ ജിജ്ഞാസയോടെ ചോദിക്കുകയാണ്, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? ഇയ്യോബിൻ്റെ മേൽ പിശാച് ദൃഷ്ടി വെച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മേൽ പിശാച് ദൃഷ്ടി വയ്ക്കുന്നുണ്ട്. നാം ഈ സത്യവചനം കേൾക്കുന്നതുകൊണ്ട് പിശാചിന് ഇഷ്ടമല്ല. വചനം കേൾക്കുന്ന പിശാചിന് ഇഷ്ടമല്ല. ദൈവത്തിന് സ്തോത്രം. തിരുപ്പോരാട്ടം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. തിരുപ്പോരാട്ടം എഴുതിയത് ജോൺ ബെനീനാണ്. ദ ഹോളി വാർ, വിശുദ്ധ യുദ്ധം, തിരുപ്പോരാട്ടം. മലയാളത്തിൽ തിരുപ്പോരാട്ടം എന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. അതിൽ ഓരോ വാതിക്കലും കാവൽക്കാർ നിർത്തിയിരിക്കുകയാണ്. ശരീരമാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ വാതിക്കലും വലിയൊരു കോട്ടയാണ്. ആ കോട്ടയുടെ ഓരോ വാതിക്കലും ഓരോ ഗോപുരദ്വാരത്തിലും കാവൽക്കാർ നിർത്തിയിരിക്കുക. 1 കണ്ണുവാതിൽ, 2 ചെവിവാതിൽ, പിന്നെ 3 നാവുവാതിൽ. എന്നുവെച്ചാൽ ഓരോ വാതിൽ, ഈ വാതിൽക്കളിലെ കാവൽക്കാർ നിർത്തിയിരിക്കുകയാണ്. എന്തിനാ? ദുഷ്ടം വന്ന് കയറാതിരിക്കാൻ. നമ്മുടെ ഓരോ അവയവങ്ങൾക്കും കാവൽക്കാരെ നിർത്തിയിരിക്കുന്നത് അറിയുകയും പിശാച് നിർത്തിയിരിക്കുന്ന അവൻ്റെ ദൂതന്മാർ കടന്നു വരാതെ വേണം നാം ദൈവത്തിൻ്റെ ദൂതന്മാർ കാവൽക്കാരായി നിൽക്കാൻ വേണ്ടി നാം വിളിക്കുകയും ചെയ്യണം. അവയവങ്ങളുടെ തുറക്കപ്പെട്ട വാതിലുകൾക്ക് നീ കാവൽക്കാരെ നിയമിക്കണമെന്ന് പ്രാർത്ഥിക്കും. അവയവങ്ങളുടെ തുറക്കപ്പെട്ട വാതിലുകൾക്ക് നീ കാവൽക്കാരെ നിയമിക്കണമെന്നാണ് നമ്മുടെ പ്രാർത്ഥന. നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരിക്കും. അവയവങ്ങളുടെ തുറക്കപ്പെട്ട വാതിലുകൾക്ക് കാവൽക്കാരെ നിയമിക്കണമേ. നമ്മുടെ അവയവങ്ങളുടെ തുറക്കപ്പെട്ട വാതിലുകളുണ്ട്. അതിന് കാവൽക്കാർ നിൽക്കേണ്ടതാണ്. കർത്താവിൻ്റെ ദൂതന്മാർ നിൽക്കേണ്ടതാണ്. പരിശുദ്ധ മാലാഖമാർ നിൽക്കേണ്ടതാണ്. അരുതാത്തൊരു വാക്ക് വരാതെ വണ്ണം തടുത്തു നിർത്തേണ്ടതാണ്. അരുതാത്തൊരു നോട്ടം വരാതെ വണ്ണം കണ്ണിനെ തടുക്കേണ്ടതാണ്. അരുതാത്തൊരു ചിന്ത വരാതെ വണ്ണം നമ്മുടെ ബുദ്ധിയെ തടുക്കേണ്ടതാണ്. നമ്മിൽ നിന്ന് അരുതാത്തതായി ഒന്നും വരരുത്. നോട്ടത്തിലും വാക്കുകളിലെല്ലാം നാം വളരെ സൂക്ഷിക്കണം. കേൾക്കുന്നതിൽ സൂക്ഷിക്കണം. അരുതാത്തത് കേൾക്കാൻ നിന്നു കൊടുക്കരുത്. അവിശ്വാസം ഉളവാക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ നിന്നു കൊടുക്കരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുന്നത് കേൾക്കാൻ നിന്നു കൊടുക്കരുത്. പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുന്ന വാക്കുകൾ നാം കേൾക്കാൻ നിന്നു കൊടുക്കരുത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ അവയവങ്ങളുടെ തുറക്കപ്പെട്ട വാതിലുകൾക്ക് കാവൽക്കാരെ നിയമിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഈ സാത്താൻ ഊടാടി സഞ്ചരിച്ച് വന്നപ്പോൾ ഇയ്യോബിന് മേൽ അവൻ ദൃഷ്ടി വെച്ചു. ദൈവം ചോദിച്ചു, എൻ്റെ ദാസനെ ഇയ്യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം അകലുന്നവനും നീതിമാനും ആരും ഇല്ലല്ലോ. സ്തോത്രം. അപ്പോൾ പിശാച് പറയുന്ന വാക്യം എന്താണ്? അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവൻ്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവൻ്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക. അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയുമെന്ന് ഉത്തരം പറഞ്ഞു. ഇയ്യോബ് നല്ല ഭക്തനായിരിക്കുന്നത് വെറുതെ ഒന്നുമല്ല. അവൻ എന്തിനാ കുറവ്? ഇഷ്ടം പോലെ ജീവിക്കാൻ മാർഗമുണ്ട്. ഇഷ്ടം പോലെ. എത്ര തലമുറ കഴിഞ്ഞാലും ഒന്നും തീർന്നു പോവില്ല. അത്രമാത്രമുണ്ട്. ഇത്രയും ധനവാനായ മനുഷ്യൻ, അവന് വല്ല കഷ്ടപ്പാടുമുണ്ടോ? അവന് വല്ല ദുരിതമുണ്ടോ? ദൈവമേ, നീ അവന് ചുറ്റും വേലി കെട്ടി കാക്കുകയല്ലേ? അവനെ നീ സംരക്ഷിക്കുകയല്ലേ? എന്ത് സംരക്ഷണം അവന് കൊടുക്കുന്നത്?
പ്രത്യേകമായൊരു സംരക്ഷണം കൊടുത്ത് അവനെ ഭദ്രമായി നീ സൂക്ഷിക്കുന്നു. അതുകൊണ്ടല്ലേ അവൻ ഭക്തനായിരിക്കുന്നത്. അവൻ ദൈവഭക്തനായിരിക്കുന്നതിൻ്റെ കാരണം അതാണ്. അവന് ദോഷമുണ്ടാകുന്ന ജീവിക്കാൻ വല്ല വിഷമമുണ്ടോ? ഒരു അവലാതിക്കും ആവശ്യമില്ല, ഒരു കഷ്ടപ്പാടും അവനില്ല, ഒരു ദുരിതവും അവനില്ല. അവൻ എന്തിനെക്കുറിച്ച് അവലാതിപ്പെടുന്നത്? ഇഷ്ടം പോലെ എല്ലാം ഉണ്ട്. അതുകൊണ്ടല്ലേ അവൻ ഭക്തനായിരിക്കുന്നത്. എന്തെങ്കിലും ഒരു കുറവ് വരട്ടെ, അപ്പോൾ കാണാം അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ച് പറയും. പിശാചിൻ്റെ വെല്ലുവിളിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മേൽ പിശാച് വെല്ലുവിളിക്കുമ്പോൾ, നമ്മളെ നിർത്തിക്കൊണ്ട് വെല്ലുവിളിക്കുമ്പോൾ നാം എങ്ങനെ നിൽക്കും? ദൈവത്തിന് സ്തോത്രം. പൈശാചികൻ അവന് ദൈവം അനുവാദം കൊടുത്തു എന്നുള്ളത് കൊണ്ട് അവൻ ആപത്തുകളും അഴിച്ചുവിട്ടു. എന്തുമാത്രം ആപത്തുകൾ, ഡിസ്ട്രസ്, ഭയങ്കരമായ ദുരിതങ്ങൾ, ഭയങ്കരമായ അനർത്ഥങ്ങൾ, തുടരെയുള്ളതായ കേടുകൾ, കെടുതികൾ, നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ വരികയാണ്. ഇതെല്ലാം ജീവിതത്തിൻ്റെ ഒരു ചിത്രമാണ് ഈ കാണിക്കുന്നത്. ഞാൻ എളിമയോട് ചോദിച്ചുകൊള്ളട്ടെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ അടിക്കടി ദുരിതം വന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടോ? അടിക്കടി ദുരിതം വന്നവർ, ഒന്ന് മാറി ദുരിതം വന്നവർ. കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്. ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പുസ്തകമാണ്. കേരളത്തിന് വെളിയിലൊരു സ്ഥലത്ത് മോൻ പഠിക്കുകയാണ്. പക്ഷേ അവന് രോഗമായി. അവൻ രോഗമായപ്പോൾ അവനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് അപ്പനും അമ്മയും പോയി. കാറുമായിട്ടാണ് പോയത്. അവനെ രോഗമായിട്ട് അവിടെ ബാംഗ്ലൂരാണെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ ചെന്ന് അവനെ കാറിൽ കൊണ്ടുവരാനായിട്ട് പോയി. പക്ഷേ അവിടെ ചെന്നപ്പോഴേക്കും മോൻ മരിച്ചു കഴിഞ്ഞിരുന്നു. അപ്പൻ്റെ അമ്മയുടെ ദുഃഖം എന്താ? മോനെ രോഗത്തിൽ നിന്ന് രക്ഷിക്കാൻ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പോയതാണ്, നാട്ടിൽ കൊണ്ടുവന്ന് ചികിത്സിക്കാൻ പോയതാണ്. അവൻ മരിച്ചു. അപ്പോൾ ഡെഡ് ബോഡി ആയിട്ടാണ് കാറ് തിരിച്ചു പോയത്. ആ കാറ് തിരിച്ചു വരുമ്പോൾ അകത്ത് മുഴുവൻ കരച്ചിലാണല്ലോ, സങ്കടമാണല്ലോ. എന്താ സമാധാനമുള്ളത്? എന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടാ. ഒരു സ്ഥലത്ത് വന്നപ്പോൾ പുഴയിലേക്ക് മറിഞ്ഞു. കാറ് പുഴയിലേക്ക് മറിഞ്ഞു. നല്ല ആഴമുള്ള ഭാഗമായിരുന്നു. ആ കാറ് പുഴയിലേക്ക് മറിഞ്ഞ് ആ അപ്പനും അമ്മയും ആ കാറിൽ മരിച്ചു. ആർക്കും തുറക്കാൻ പോലും പറ്റിയില്ല കാറ്. കാരണം മുങ്ങിച്ചെന്നവർക്ക് തുറക്കാൻ പറ്റിയില്ല. അകത്തുനിന്ന് ലോക്കായിരുന്നു. ദൈവത്തിന് അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? ദൈവമല്ലേ? ദൈവം കാണുന്നില്ലേ? ദൈവം അറിയുന്നില്ല എന്താ ഇങ്ങനെ വന്നത്? ദൈവത്തിന് തടുക്കാമായിരുന്നല്ലോ, ഇല്ലേ? തീർച്ചയായിട്ടും നിത്യനായ ദൈവത്തിന് അസാധ്യമായിട്ട് എന്തുണ്ട്? അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, എന്തുകൊണ്ടത് വന്നത്? ചിലർ പറയുന്നത് പാപം കൊണ്ടാണെന്ന്. പാപം കൊണ്ടാണ് സംഭവിച്ചതെന്ന്. ഒന്നുമല്ല, പാപം കൊണ്ടൊന്നുമല്ല സംഭവിച്ചത്. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഒരാളുടെ പാപം കൊണ്ട് അങ്ങനെ ശിക്ഷിക്കുന്നതിനല്ല ദൈവം. പാപം വന്നു എന്നുള്ളതുകൊണ്ട് മനുഷ്യനെ കൊന്നുകളയുന്നതല്ല ദൈവം. ദൈവം സ്നേഹമല്ലേ? പിശാചാണ് ശിക്ഷിക്കുന്നത്, പിശാചാണ് ഉപദ്രവിക്കുന്നത്. ദൈവം ഒരിക്കലും ആരെയും വേദനിപ്പിക്കില്ല. പിശാചാണ് മനുഷ്യനെ അപകടത്തിലാക്കുന്നത്. ഈ അനർത്ഥവും ദോഷവും വരുന്നതെല്ലാം പിശാച്. ദൈവം തടുക്കുന്നതുകൊണ്ട് നാം ഇന്ന് ജീവിച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ കൃപയുള്ളതുകൊണ്ട് നാം ഇന്ന് ജീവിച്ചിരിക്കുന്നു. ഞാൻ ചിന്തിച്ചു, എന്താണ് പിന്നെ ദൈവം അത് തടുക്കാഞ്ഞത്? എന്താ കാരണം? അപ്പോൾ ഞാൻ ചിന്തിച്ച് മറുപടി കണ്ടത് എന്താണെന്നറിയോ? നിങ്ങൾ അത്ഭുതപ്പെടും. മറുപടി കണ്ടത്, ഞാൻ അക്കരെ ചെല്ലുമ്പോൾ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞു തരും. ഇവിടെ വെച്ച് എനിക്കൊന്നും അറിയാൻ പാടില്ല. ഞാൻ കൈകൂപ്പി, കർത്താവേ എനിക്കൊന്നും അറിയാൻ പാടില്ല, ഞാൻ അജ്ഞനാണ്, എനിക്ക് കഴിവില്ല, എനിക്ക് അറിവില്ല, എനിക്കിതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് പോലും ഇല്ല. കർത്താവേ നീ സകലവും അറിയുന്നു, ഞാൻ അറിയേണ്ടതെല്ലാം നീ എനിക്ക് അറിയിച്ചു തരും. ഒന്ന് ഞാൻ അറിയുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു, നീ എല്ലാവരെയും സ്നേഹിക്കുന്നു, അതെനിക്കറിയാം. കൂടുതൽ എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ എന്നോട് പറയട്ടെ, നിങ്ങൾക്ക് മറുപടി കിട്ടിക്കാണില്ല, പക്ഷേ ഞാൻ പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം. ദൈവം എന്നെ സ്നേഹിക്കും, നിങ്ങൾ മാത്രം വിശ്വസിക്കുക. ദൈവം എന്നെ സ്നേഹിക്കുന്നു. അവൻ എന്നെ വലിയ കാര്യമാണ്, എന്നെ അവന് പ്രിയമാണ്, അവന് വലിയ ഇഷ്ടമാണ്. അവൻ എന്നെ അനന്തമായി സ്നേഹിക്കുന്നു, അവൻ എന്നെ നിരന്തരം സ്നേഹിക്കുന്നു. ഞാൻ തെറ്റ് ചെയ്യുമ്പോഴും അവൻ എന്നെ സ്നേഹിക്കുന്നു, പാവം വരുമ്പോഴും അവൻ എന്നെ സ്നേഹിക്കുന്നു. അവൻ്റെ സ്നേഹത്തിന് അളവില്ല, അവൻ്റെ സ്നേഹത്തിന് അറുതിയില്ല, അവൻ്റെ സ്നേഹത്തിന് അതിരില്ല. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇയ്യോബിന് നിരന്തരം ദുരിതം വന്നു. എന്താണ്? വലിയ കൊടുങ്കാറ്റടിക്കുകയാണ്. ഇയ്യോബിൻ്റെ മക്കൾ ഒരു വീട്ടിൽ കൂടിയിരിക്കുന്നു. മക്കളെല്ലാവരും ഒരു വീട്ടിൽ അങ്ങനെ വലിയ വിരുന്നാഘോഷിക്കുകയാണ്, സന്തോഷമാണ്. സന്തോഷിച്ച് വിരുന്നിൻ്റെ പ്രസരിപ്പിൽ അങ്ങനെ ലയിച്ച് ആനന്ദിച്ച് കഴിയുമ്പോൾ അപ്പോഴാണ് ഒരു കൊടുങ്കാറ്റടിക്കുന്നത്, ഭയങ്കരമായ കൊടുങ്കാറ്റ്. എന്താണ്? കൊടുങ്കാറ്റടിച്ച് വീടിന് 4 മൂലയ്ക്ക് അടിച്ചു. വേറെ അടുത്ത വീടുകളിൽ ഒന്നും ഒരു കേടും വരുന്നില്ല. ഈ വീടിന് തന്നെ ഇങ്ങനെ ചുറ്റി അടിക്കുകയാണ്. ചുഴലിക്കാറ്റ് ചുഴറ്റി അടിച്ചു.
ആ വീട് നിലംപൊത്തി അതിനകത്തുണ്ടായിരുന്ന 10 പേര് ഒരുമിച്ച് മരിച്ചു. മക്കൾ 10 പേര് മരിച്ചു. ഈ വാർത്ത കേട്ടപ്പോൾ എങ്ങനെ സഹിക്കും? ഈ വാർത്ത കേട്ടപ്പോൾ എങ്ങനെ സഹിക്കും? ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അടുത്ത വാർത്ത, ഈ ഇയ്യോബിൻ്റെ സ്വത്തിൽ ഒട്ടേറെ കഴുതകളെയും മറ്റുമാരോ അപഹരിച്ചുകൊണ്ട് പോയിരിക്കുന്നു. ശെബായർ വന്ന് അപഹരിച്ചുകൊണ്ട് പോയിരിക്കുന്നു. ഒട്ടകങ്ങൾ അപഹരിച്ചുകൊണ്ട് പോയിരിക്കുന്നു. സ്വത്ത് അപഹരിച്ചുകൊണ്ട് പോയിരിക്കുന്നു. നഷ്ടം, കഷ്ടവും നഷ്ടവും, പല രീതിയിലുള്ളതായ ആപത്ത്. ഞാൻ എളിമയോടെ നിങ്ങളൊരു വാക്ക് ചോദിക്കാം. ഇതുപോലെ ആപത്തിൻ്റെ മേൽ ആപത്തായി, കഷ്ടങ്ങളുടെ മേൽ കഷ്ടമായി, നഷ്ടങ്ങളുടെ മേൽ നഷ്ടമായി വലയുന്നത് നിങ്ങൾ ആരെല്ലാം ഉണ്ട്? എൻ്റെ സഹോദരങ്ങളെ, ഇയ്യോബിൻ്റെ ഡിസ്ട്രസ് പോലെ, ഇയ്യോബിൻ്റെ ദുരിതം പോലെ ദുരിതം അനുഭവിച്ച് വലയുന്നവർ നിങ്ങൾ ആരെല്ലാം ഉണ്ട്? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഞാൻ ഇന്ന് വീണ്ടും അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെടുപ്പ് വരുമോ? നിങ്ങൾക്ക് മുഷിച്ചിൽ വരുമോ? ദൈവത്തിന് സ്തോത്രം. ഞാൻ അടിക്കടി ദുരിതം അനുഭവിച്ചൊരു മനുഷ്യനാണ്. അടിക്കടി. ഒരു വയസ്സിൽ എൻ്റെ അപ്പം മരിക്കുന്നു. എനിക്ക് 2 വയസ്സുള്ളപ്പോൾ ചേട്ടൻ മരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഞാനും എൻ്റെ അമ്മയും പെങ്ങളും, ഞങ്ങൾ 3 പേർക്കും രോഗം, ചികിത്സ, എന്നും മരുന്ന്. ദൈവത്തിന് സ്തോത്രം. വൈദ്യൻ, കഷായം, കുഴമ്പ്, എണ്ണ, എന്തെല്ലാം എല്ലാം അങ്ങനെ നിരന്തരം. ഈ വീട്ടിലേക്ക് വരുമ്പോഴേക്കും ഈ അങ്ങാടി മരുന്നിൻ്റെ മണമാണ്, എന്നുവെച്ചാൽ കഷായത്തിൻ്റെ മറ്റു മണമാണ്. ആരും കയറി വരാത്തൊരു വീട്, എല്ലാം തകർന്നു പോയൊരു വീട്, സമാധാനം നഷ്ടപ്പെട്ട ഒരു വീട്, സമാധാനം തീർത്തും നഷ്ടപ്പെട്ടൊരു മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, എനിക്കൊന്നറിയാം, ഞാനൊന്നും ചെയ്തിട്ടല്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ടല്ല, ഞാനതിനുവേണ്ടി ആഗ്രഹിച്ചിട്ടല്ല. യേശുക്രിസ്തുവിനോട് കരുണ തോന്നി ഈ നിസ്സാര ഹൃദയത്തിലേക്ക് അവൻ എഴുന്നള്ളി വന്നു. ഈ കൊച്ചു ഹൃദയത്തിലേക്ക് അവൻ എഴുന്നള്ളി വന്നു. ദൈവത്തിന് സ്തോത്രം. ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ ഉള്ളത്തിലേക്ക് വരാൻ അവിടത്തേക്ക് തിരുമനസ്സായി. ഞാൻ നല്ലവനായതുകൊണ്ടല്ല. ഞാനിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കറിയാം, അഭിമാനിക്കാൻ ഒന്നുമില്ലായിരുന്നു, നല്ലതെന്ന് പറയാൻ ഒന്നുമില്ലായിരുന്നു. പുറമേ അപകടത്തിലേക്കൊന്നും പോയില്ല, പുറമേ പാപത്തിലേക്ക് പോയില്ല. പക്ഷേ ഉള്ളു മുഴുവൻ അഴുക്കായിരുന്നു. ഹൃദയം നിറയെ അശുദ്ധിയായിരുന്നു, ഹൃദയം നിറയെ വൈരാഗ്യമായിരുന്നു, ഹൃദയം നിറയെ നിരാശയായിരുന്നു. സ്തോത്രം. അടിക്കടി രോഗം, അടിക്കടി ആപത്ത്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, യാതനയിൽ വിഷമിച്ചു പോയൊരു കാലം ഉണ്ടായിരുന്നു. ആരുമില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു വേണമെങ്കിൽ പറയാം. ദൈവം കൃപ ചെയ്ത് എനിക്ക് ഇന്ന് സന്തോഷത്തോടെ ഓർക്കാൻ പറ്റുന്നത് എൻ്റെ വീട്ടുകാരെല്ലാം കഴിയാവുന്ന രീതിയിലെല്ലാം സഹായിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് പ്രശ്നങ്ങളൊന്നും അധികം വരാതിരുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൻ്റെ സഹോദരങ്ങൾ അതുപോലെ സഹായിച്ചു. അതുപോലെ എല്ലാ കാര്യങ്ങളും വീട്ടുകാരെല്ലാം നോക്കി. ദൈവത്തിന് സ്തോത്രം. എന്നാലും നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് ഞാൻ ഈ വാക്കുകളെ പറയുമ്പോൾ അടിക്കടി ദുരിതം വന്നവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ നിങ്ങൾ? പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായി വലഞ്ഞവരുണ്ടോ? നിരാശയുടെ ആഴത്തിലേക്ക് പതിച്ചു പോയവരുണ്ടോ? നിരാശയുടെ അത്യഘാതത്തിലേക്ക് അങ്ങ് താണു പോയവരുണ്ടോ? ഇനി എനിക്ക് കരയേറ്റമില്ല എന്ന് പറഞ്ഞവരുണ്ടോ? എനിക്കൊരു ഭാവിയില്ല എന്ന് ചിന്തിച്ചവരുണ്ടോ? എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം കെട്ടിയല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവരുണ്ടോ? ഇനി എനിക്ക് ഒരു നല്ല കാലമില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു ശുഭഭാവിയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കൊരു നല്ല കാലമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരു നല്ല കാലം ഒരുക്കുന്നുണ്ട്. നിങ്ങളുടെ രോഗം കർത്താവ് മാറ്റിത്തരും. നിങ്ങളുടെ കടത്തിന് കർത്താവ് പൊറുതി തരും. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം തിരികെ തരും. നിങ്ങളുടെ ജീവിതത്തിൽ അലങ്കോലങ്ങൾ മാറ്റിത്തരും. നിങ്ങളുടെ മക്കൾ ദൈവത്തെ സ്നേഹിക്കുന്നവരായിത്തീരും. നിങ്ങൾക്ക് സമാധാനമുള്ളൊരു നല്ല കാലം, ഭാവി കാലം ദൈവം തരും. ദൈവത്തിന് സ്തോത്രം. ഒന്നേ വേണ്ടൂ, യേശുവിനെ ഹൃദയത്തിലേക്ക് വിളിക്കൂ. നാഥനായ യേശുവിനെ വിളിക്കൂ. യേശു പുറത്ത് നിൽക്കുന്നുണ്ട്, വീടിന് വെളിയിൽ യേശു നിൽക്കുന്നുണ്ട്. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്ത് വരിക. എന്തിന് പുറത്ത് നിൽക്കുന്നു നിങ്ങൾ വിളിക്കുക. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്ത് വരിക. എന്തിന് പുറത്ത് നിൽക്കുന്നു? ദൈവത്തിന് സ്തോത്രം. ഏലിയാസാറിനെ അങ്ങനെ അകത്തേക്ക് വിളിച്ചതുപോലെ, ലാബാൻ്റെ ഭവനത്തിൽ ഏലിയാസാർ വന്നപ്പോൾ ഏലിയാസാറിനെ അകത്തേക്ക് വിളിച്ചതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അകത്തേക്ക് വിളിക്കൂ. നാഥ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ ഉള്ളത്തിലേക്ക് നീ കടന്നു വരണമേ, എന്നെ നീ തൊടണമേ, എന്നെ നീ അനുഗ്രഹിക്കണമേ. എൻ്റെ പാവങ്ങളൊന്നും ഓർക്കല്ലേ, എൻ്റെ അകൃത്യങ്ങൾ കണക്കിടല്ലേ, എൻ്റെ പാവങ്ങൾ ക്ഷമിക്കണമേ.
എൻ്റെ നാഥ, ഇന്ന് ഞാൻ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ തന്നെ എൻ്റെ യേശുവേ, നീ എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ തള്ളി തുറന്നകത്തേക്ക് വരണമേ. എനിക്ക് മനസ്സാണ്, ഞാനിതാ എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ തുറക്കുന്നു. എനിക്ക് മനസ്സാണ്, ഞാനിതാ സാക്ഷ മാറ്റുന്നു, കുറ്റി മാറ്റുന്നു. ദൈവമേ, നീ ഈ വാതിൽ തുറന്നകത്തേക്ക് വരിക. യേശുവേ, ഞാനിതാ എല്ലാം സജ്ജമാക്കി വെച്ചിരിക്കുന്നു, കുറ്റി തുറന്നു വെച്ചിരിക്കുന്നു. നിനക്ക് കടന്നു വരാം. കടന്നു വരൂ യേശുവേ, കടന്നു വരൂ. എൻ്റെ ഹൃദയത്തിന് നാഥനായി വരൂ. എൻ്റെ പാവങ്ങൾ ക്ഷമിക്കണമേ, എൻ്റെ അകൃത്യങ്ങൾ പൊറുക്കണമേ. നാഥ, ഇന്ന് എൻ്റെ യേശുവേ, നീ വീണ്ടും വരുന്നുവെങ്കിൽ തിരുസന്നിധിയിലേക്ക് പറന്നു വരാൻ തക്കവണ്ണം എന്നെ നീ വിശുദ്ധനാക്കണമേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ. എൻ്റെ പാവങ്ങളൊന്നും ഓർക്കല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പാവങ്ങളൊന്നും കണക്കിടല്ലേ. എന്നെ നീ വിശുദ്ധീകരിക്കണമേ, എന്നെ നീ രൂപാന്തരപ്പെടുത്തണമേ. എൻ്റെ മേൽ നീ തൃക്കരം വയ്ക്കണമേ. തിരക്തം പുരണ്ട കരുണ വെച്ച് എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ വാഴ്ത്തണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കരുണയുള്ള കർത്താവേ, ജീവനുള്ള ദൈവമേ, സഹിഷ്ണുതയെക്കുറിച്ച് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നല്ലോ കർത്താവേ. സഹിഷ്ണുത എന്ത് എന്ന് പഠിക്കുവാൻ ഞങ്ങൾ കൃപ തരണമേ. സഹിഷ്ണുത എന്ത് എന്ന് അനുഭവിക്കുവാൻ ഞങ്ങൾ കൃപ തരണമേ. ഒന്നിലും പതറിപ്പോകാതെ, ഒന്നിലും മടുത്തു പോകാതെ സഹിഷ്ണുതയോടെ ദുരിതങ്ങളെ അഭിമുഖീകരിക്കാൻ ഞങ്ങൾ കൃപ തരണമേ. അടിയങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ യോബിൻ്റെ സഹിഷ്ണുത ഞങ്ങൾ കേട്ട് കർത്താവേ, ഞങ്ങൾക്ക് അനുഭവിക്കാൻ തക്കവണ്ണം ഞങ്ങളെ തന്നെ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. അവിടുത്തെ പൊന്നുകരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഇന്ന് കർത്താവെ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. വചനം കേട്ട എല്ലാവരുടെ മേൽ തൃക്കരം വയ്ക്കണമേ. നാനാദേശങ്ങളിൽ നിന്ന് വചനം കേൾക്കുന്നവരുടെ മേൽ നാഥ, നിൻ്റെ തിരുവചനം ഇന്ന് ഹൃദയത്തിൽ പതിയുവാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അവിടുന്ന് ഊതണമേ. അവിടുത്തെ പരിശുദ്ധ വചനം അവിടുത്തെ അയക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ.